ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസ് പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്. രാവിലെ തന്നെ ഞാൻ കോളേജിൽ ചെന്നപ്പോൾ ആദ്യം എനിക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അധികം സാധനങ്ങൾ മേടിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് വണ്ടി ഇടിപ്പിച്ച് സുപ്രീം സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായി. നമ്മളെ കോളേജിന് അടുത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ട്. അതാണ് പോകുന്ന കണ്ടോ ഗൈസ്, എന്നെ പോസ്റ്റ് ആക്കിയിട്ട്. അങ്ങനെ അവൾ ഓടിപ്പോയി എല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ കോളേജിൽ വന്നപ്പോൾ ഇതാണ്ട് ഇവിടെ അവിടുത്തെ നമ്മൾ അലങ്കാര പരിപാടികൾ, അതേപോലെ നമ്മൾ ക്രിസ്മസ് അപ്പോൾ സ്റ്റെപ്പ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് സ്റ്റെപ്പ് പഠിപ്പിക്കുന്ന രംഗങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇതാണ്ട് ഇത് കണ്ടോ, തുള്ളിക്കളിങ്ങനെ കുഞ്ഞിപ്പുഴി പോകുന്നത് മൈൻഡ് ചെയ്യേണ്ട, ഫോട്ടോ വിട്ടുതരാം. അത് കഴിയുമ്പോഴത്തെ ഡെക്കറേഷൻ പലരും പല ഭാഗത്തു നിന്നും ഇതാണ്ട് സോണി നമ്മളെ ഓരോ റീത്തുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് എപ്പോഴും ഡാൻസ് പഠിപ്പിക്കുന്ന പരിപാടി സോണി ഏറ്റെടുത്തിട്ടുണ്ട്. അത് വൺ ഫ്ലോപ്പ് ആയതിനു ശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് അങ്ങനെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വലിയ രീതിയിലൊന്നും ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തില്ലായിരുന്നു ഈ വട്ടം. അങ്ങനെ നമ്മളെ ഫ്രോസ്റ്റി ഫെസ്റ്റ് എന്നാണ് നമ്മളെ ക്രിസ്മസിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ പേരെന്ന് പറയുന്നത്. അതിന് ശേഷം എല്ലാവരും കൂടി ഇന്ന് ക്രിസ്മസ് ഒക്കെ ഒരുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നമ്മളെല്ലാവരെയും സാറിനൊക്കെ ഇൻവൈറ്റ് ചെയ്തു, കേക്ക് കട്ടിങ്ങിനും നമ്മളെ പ്രസംഗത്തിനും വേണ്ടിയിട്ടൊക്കെ. അതിനുശേഷം പിള്ളേരുടെ പാട്ടും പിന്നീട് നമ്മുടെ ക്രിസ്മസും അപ്പോൾ ഓടി വന്ന് ഡാൻസ് കളിക്കും, മിഠായി റേപ്പും അങ്ങനെ വൻ വിഷയമായിരുന്നു ഗൈസ്. പല പ്രോഗ്രാംസ് നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് വെൽക്കം ഡാൻസ്. പിന്നീട് അങ്ങോട്ട് ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൈമാറുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രീകുട്ടിയെ അതിൻ്റെ സന്തോഷ പ്രകടനമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോയി. നമ്മുടെ ബാച്ചിൽ കേക്ക് കട്ടി നമ്മൾ കോർഡിനേറ്ററായിട്ടുള്ള ദീപ്തി മാഡമായിരുന്നു. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഒപ്പിക്കുന്ന ആദ്യം കേക്ക് കൊടുത്ത് നമ്മൾ ഗിഫ്റ്റൊക്കെ കിട്ടുന്ന സന്തോഷം എല്ലാവരും അടിച്ച് കൊടുക്കുകയായിരുന്നു. ലോകത്തൊന്നും ഇല്ല കുരുട്ടല്ലേ. നിങ്ങൾ എൻ്റെ ഈ മുഖത്ത് സന്തോഷം കണ്ടോ? ഒരുപാട് നാൾക്ക് ശേഷം എൻ്റെ പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടതിൻ്റെ മുഖത്ത് സന്തോഷമാണ് ഈ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി. സോപാന ഓഡിറ്റോറിയത്തിലായിരുന്നു. അങ്ങനെ ദിൽസാൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള പ്രസംഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം അത് കേട്ട് നല്ല പണ്ടത്തെ കണക്ക് അച്ചടക്കത്തോടെ എല്ലാവരും ഇരിക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്കറിയാമല്ലോ, സ്പെൻസറിൻ്റെ പ്രോഗ്രാം എപ്പോഴും അടിപൊളിയായിരിക്കും. നല്ല അടിപൊളി സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ കുറേ പ്രോഗ്രാംസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശബരിമോൻ്റെ പാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ക്യാമറ കണ്ട തിരിയുന്ന എന്നെ കൂട്ടുകാരാണ് ഗൈസ് എനിക്കുള്ളത്. അതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഞങ്ങൾ. പിന്നീട് അങ്ങോട്ട് ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു. പ്രോഗ്രാംസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു. കണ്ണെടുക്കാൻ പോലും തോന്നാത്ത രീതിയിലുള്ള സ്റ്റേജ് ഡെക്കറേഷൻ കൂടിയാണ് ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഇവിടെ താണ്ട് ദിൽസാർ നമ്മൾ ശബരിമോനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. പിന്നീട് കണ്ട് നമ്മുടെ പഴയ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള നമ്മളെ കുറേ വീഡിയോസ് പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ നമ്മൾ കേക്കൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് ഈ വർഷത്തെ അടിച്ച് പൊളിച്ച് DJ എല്ലാം അടിച്ച് പൊളിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു. കാണാൻ വയ്യടാ നിങ്ങളൊന്നും. ഓ ശരി. ഇങ്ങനെ നമ്മളെ പിള്ളേരെല്ലാം കണ്ട് നമ്മളെ സന്തോഷത്തോടെ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി
ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്ക് എൻ്റെ കുടുംബം. അപ്പം നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം അതേപോലെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ പൂർവ്വകാല വിദ്യാർത്ഥികളുടെ സ്പെൻസർ ട്യൂഷൻസ് നടത്തിയ പ്രോഗ്രാംസ് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ടോട്ടലി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം സ്പെൻസർ ഓൾവേസ് സ്പെഷ്യാലിറ്റീസ് എന്നുള്ളൊരു കാര്യം അത് അതിൻ്റെ വാക്കുപോലെ തന്നെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ 2019-20 ബാച്ച് ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 4 to 5 years ആയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളെ ദിൽ സാറ് വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു നൊസ്റ്റാൾജിയ എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് വരണമെന്നുള്ള രീതി. അപ്പോൾ അന്നത്തെ നമ്മളെ ഗ്യാങ് ആരാണോ അവരെല്ലാം ഇന്ന് പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരെയൊക്കെ വീണ്ടും കാണാൻ പറ്റിയതിനൊക്കെ വളരെയധികം സന്തോഷം. ഇങ്ങനൊരു അവസരം തന്ന ഞങ്ങളുടെ ദിനിൽ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ സ്പെൻസർ പഠിച്ചാണ് ഏറ്റവും ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് പല ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റിയ അതുപോലത്തെ ഒരു സന്തോഷം വേറെ ഇല്ലായിരുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.